നമസ്കാരം TCV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ആശങ്കയൊഴിയാതെ കോവിഡ് കണക്കുകൾ. പ്രതിദിന പരിശോധനയും രോഗികളുടെ എണ്ണവും കുറഞ്ഞു. മരണസംഖ്യ വർദ്ധിച്ചു. 35,801 പുതിയ രോഗികൾ. 24 മണിക്കൂറിടെ 1,23,980 സാമ്പിളുകൾ പരിശോധിച്ചു. ജില്ലയിൽ 3,850 പേർക്ക് രോഗം. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 37.25%. കോവിഡ് വ്യാപനം അതിരൂക്ഷമായ സാഹചര്യത്തിൽ പൊതുസമൂഹം കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ. ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ കർശനമായി പാലിക്കണം. കോവിഡ് നിരീക്ഷണത്തിലിരുന്നയാളെ കിണറ്റിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തി. വെട്ടം ആലുശ്ശേരിയിലാണ് സംഭവം. അടുത്ത വ്യാഴാഴ്ച വരെ സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ കാറ്റ് വീശാനും സാധ്യത. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് കോവിഡ് പ്രതിദിന പരിശോധനയും രോഗികളുടെ എണ്ണവും കുറഞ്ഞു. 35,801 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 24 മണിക്കൂറിടെ 1,23,980 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 28.88%. 68 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചു. ആകെ മരണസംഖ്യ 5,814 29,318 പേർ രോഗമുക്തരായി. സംസ്ഥാനത്ത് ഇന്ന് 35,801 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. എറണാകുളം 4,767, തിരുവനന്തപുരം 4,240, മലപ്പുറം 3,850, കോഴിക്കോട് 3,805, തൃശൂർ 3,753, പാലക്കാട് 2,881, കൊല്ലം 2,390, കോട്ടയം 2,324, കണ്ണൂർ 2,297, ആലപ്പുഴ 2,088, ഇടുക്കി 1,046, പത്തനംതിട്ട 939, കാസർഗോഡ് 766, വയനാട് 655 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,23,980 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 28.88%. ആകെ 11 പേരാണ് ജനിതക വകഭേദം വന്ന വൈറസിനെ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 68 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 5,814 ഇന്ന് രോഗം സ്ഥിരീകരിച്ചതിൽ 316 പേർ സംസ്ഥാനത്ത് നിന്ന് പുറത്തുനിന്ന് വന്നവരാണ്. 32,627 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 2,743 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 115 ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇന്ന് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച ചികിത്സയിലിരുന്ന 29,318 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. 14,72,951 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടി. ഇന്ന് 10 പുതിയ ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. 2 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ജില്ലയിൽ ആശങ്ക ഒഴിയാതെ കോവിഡ് രോഗികളുടെ കണക്ക്. 3,850 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 3,634 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 37.25%. 3,621 പേർ രോഗമുക്തരായി ആശുപത്രി വിട്ടു. ആകെ മരണസംഖ്യ 724. ജില്ലയിൽ ഞായറാഴ്ച 3,850 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചതെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സക്കീന അറിയിച്ചു. 37.25% ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ രോഗബാധിതരാകുന്നവർ വർദ്ധിക്കുന്ന സ്ഥിതിയിൽ മാറ്റമില്ല. ഇത്തരത്തിൽ 3,634 പേർക്കാണ് ഞായറാഴ്ച രോഗബാധ സ്ഥിരീകരിച്ചത്. 122 പേർക്ക് വൈറസ് ബാധയുണ്ടായതിന്റെ ഉറവിടം കണ്ടെത്താനായിട്ടില്ല. വിദേശ രാജ്യങ്ങളിൽ നിന്ന് തിരിച്ചെത്തിയ 3 പേർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 91 പേർക്കും രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 70,068 പേരാണ് ജില്ലയിൽ ഇപ്പോൾ നിരീക്ഷണത്തിൽ കഴിയുന്നത്. 46,371 പേർ വിവിധ ചികിത്സാ കേന്ദ്രങ്ങളിലായി നിരീക്ഷണത്തിലുണ്ട്. കോവിഡ് വൈറസിന്റെ അതിതീവ്ര വ്യാപനത്തിനിടയിലും പരമാവധി രോഗികളെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ആരോഗ്യ പ്രവർത്തകരെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ഞായറാഴ്ച മാത്രം 3,621 പേരാണ് രോഗമുക്തരായത്. ഇതോടെ ജില്ലയിൽ രോഗമുക്തരായവരുടെ എണ്ണം 1,55,706 ഇതുവരെയായി ജില്ലയിൽ 724 പേരാണ് കോവിഡ് ബാധിതരായി മരിച്ചത്. കോവിഡ് വ്യാപനം അതിരൂക്ഷമായ സാഹചര്യത്തിൽ പൊതുസമൂഹം കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ. ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ കർശനമായി പാലിക്കണം. ആരിൽ നിന്നും രോഗം പിടിപെടാവുന്ന അവസ്ഥയാണ് നിലവിലുള്ളതെന്നും അത്യാവശ്യങ്ങൾക്ക് മാത്രമല്ലാതെ വീടിന് പുറത്തിറങ്ങരുതെന്നും കളക്ടർ പറഞ്ഞു. കോവിഡ് വ്യാപനം ക്രമാതീതമായി വരുന്ന സാഹചര്യം നിലനിൽക്കുമ്പോൾ പൊതുസമൂഹം കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ കെ ഗോപാലകൃഷ്ണൻ അഭ്യർത്ഥിച്ചു. വൈറസിന്റെ സമൂഹ വ്യാപനം തടയുന്നതിന് ഏർപ്പെടുത്തിയ ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ കർശനമായി പാലിക്കണം. ആരിൽ നിന്നും രോഗം പിടിപെടുമെന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഇത് കണക്കിലെടുത്ത അത്യാവശ്യങ്ങൾക്ക് മാത്രമല്ലാതെ വീടിന് പുറത്തിറങ്ങരുത്. ജാഗ്രതാ നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ പകർച്ചവ്യാധി നിയന്ത്രണ നിയമപ്രകാരം നടപടികൾ സ്വീകരിക്കുമെന്നും അശ്രദ്ധ വലിയ വിപത്തിനു കാരണമാകുമെന്നും ജില്ലാ കളക്ടർ ആവർത്തിച്ച് ഓർമ്മിപ്പിച്ചു. അവശ്യ സാധനങ്ങൾ
വാങ്ങാൻ വേണ്ട സൗകര്യങ്ങൾ നിലവിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വീടുകളിൽ നിന്ന് പുറത്തിറങ്ങുന്നവർ കൃത്യമായും സാമൂഹിക അകലം പാലിക്കുകയും 2 മാസ്കുകൾ ശരിയായ രീതിയിൽ ധരിക്കുകയും വേണം. രോഗവ്യാപനം തടയാൻ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ പ്രവർത്തകരും ഇതര സർക്കാർ വകുപ്പുകളും ജനപ്രതിനിധികളും സന്നദ്ധ പ്രവർത്തകരും രാപ്പകലില്ലാതെ പ്രവർത്തിക്കുകയാണ്. പൊതുസമ്പർക്കം ഒഴിവാക്കിയാണ് പൊതുസമൂഹം ഇതിന് പിന്തുണ നൽകേണ്ടത്. ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അതീവ ജാഗ്രതയോടെ ഈ മഹാമാരിക്കാലം അതിജീവിക്കാനാകുമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. ഒരു ഇടവേള. വാർത്തകൾ തുടരുന്നു. കോവിഡ് നിരീക്ഷണത്തിലിരുന്നയാളെ കിണറ്റിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തി. വെട്ടം ആലുശ്ശേരിയിലാണ് സംഭവം. മൃതദേഹം ഫയർഫോഴ്സ് സംഘം പുറത്തെടുത്തു. വെട്ടം ആലുശ്ശേരി വാണിയംപള്ളി അനിൽകുമാറിനെയാണ് കിണറ്റിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ശനിയാഴ്ച രാത്രി 11 മണിയോടെയാണ് സംഭവം. കോവിഡ് പോസിറ്റീവായതിനെ തുടർന്ന് നിരീക്ഷണത്തിൽ കഴിയുകയായിരുന്നു. തിരു ഫയർഫോഴ്സ് ടീമാണ് 35 അടി താഴ്ചയുള്ള കിണറ്റിൽ നിന്ന് മൃതദേഹം പുറത്തെടുത്തത്. തിരു ഫയർഫോഴ്സ് സ്റ്റേഷൻ സീനിയർ ഓഫീസർ ജേക്കബ്, ഫയർ ഓഫീസർ എം സുരേഷ്, ഫയർ റെസ്ക്യൂ ഓഫീസർ നിജീഷ്, സജിത്, രതീഷ്, പ്രവീൺ എന്നിവരടങ്ങുന്ന സംഘമാണ് മൃതദേഹം പുറത്തെടുത്തത്. തുടർന്ന് ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. കോവിഡ് അതിതീവ്ര വ്യാപനം തടയാൻ പൊതുജനങ്ങളുടെ സഹകരണം അനിവാര്യമാണെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. വൈറസ് ബാധിക്കാനുള്ള സാഹചര്യത്തിൽ നിന്നും സ്വയം വിട്ടുനിൽക്കണം. സമ്പർക്കത്തിലൂടെയാണ് ജില്ലയിൽ ഭൂരിഭാഗം പേരും വൈറസ് ബാധിതരാകുന്നതെന്നും ഡിഎംഒ അറിയിച്ചു. കോവിഡ് വൈറസിന്റെ അതിതീവ്ര വ്യാപനം തടയാൻ പൊതുജനങ്ങളുടെ സഹകരണം അനിവാര്യമാണെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ആവശ്യപ്പെട്ടു. വൈറസ് ബാധിക്കാനുള്ള സാഹചര്യത്തിൽ നിന്ന് സ്വയം വിട്ടുനിൽക്കണം. രോഗികളുമായുള്ള സമ്പർക്കത്തിലൂടെയാണ് ജില്ലയിൽ ഭൂരിഭാഗം പേരും വൈറസ് ബാധിതരാകുന്നത്. വൈറസ് ബാധിതരിൽ പലർക്കും പ്രകടമായ ലക്ഷണമില്ലാത്തതും വെല്ലുവിളിയാണ്. പൊതുസമ്പർക്കം ഒഴിവാക്കുകയും അത്യാവശ്യ ഘട്ടങ്ങളിൽ പുറത്തിറങ്ങേണ്ടി വരുന്നവർ സാമൂഹ്യാകലം പാലിക്കുകയും മാത്രമാണ് വൈറസ് വ്യാപനം തടയാനുള്ള പോംവഴി. ഇത് എല്ലാവരും തിരിച്ചറിയണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. കുട്ടികളും മുതിർന്ന പൗരന്മാരും ഒരു കാരണവശാലും വീടിന് പുറത്തിറങ്ങരുത്. ഇവരുമായും ഗർഭിണികളുമായി ഇടപഴകുന്നവർ ആരോഗ്യ ജാഗ്രത ലംഘിക്കരുത്. ഏതെങ്കിലും വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായാലും വൈറസ് ബാധിതരുമായി സമ്പർക്കമുണ്ടായാലും അത് മറച്ചുവെക്കരുത്. നേരിട്ട് ആശുപത്രിയിൽ പോകാതെ ആരോഗ്യ പ്രവർത്തകരെ ഇക്കാര്യം അറിയിച്ച ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കണം. അടുത്തുള്ള ആരോഗ്യ കേന്ദ്രം, ജില്ലാതല കൺട്രോൾ സെൽ, ആരോഗ്യ പ്രവർത്തകർ എന്നിവരുമായി ഫോണിൽ ബന്ധപ്പെട്ട് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ കൂട്ടിച്ചേർത്തു. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഓക്സിജൻ പ്ലാന്റ് കെട്ടിട നിർമ്മാണത്തിന്റെ പ്രാരംഭ പ്രവർത്തികൾ ആരംഭിച്ചു. 1500 ചതുരശ്ര അടിയിൽ ഒറ്റനില കെട്ടിടമാണ് നിർമ്മിക്കുന്നത്. നിർമ്മാണം 2 ആഴ്ച കൊണ്ട് പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഓക്സിജൻ ജനറേറ്റർ പ്ലാന്റിനായുള്ള കെട്ടിട നിർമ്മാണത്തിന്റെ പ്രാരംഭ പ്രവർത്തികളാണ് ആരംഭിച്ചത്. മെൻസ് ഹോസ്റ്റലിന് സമീപം 1500 ചതുരശ്ര അടിയിൽ 5 മീറ്റർ ഉയരത്തിൽ ഒറ്റനില കെട്ടിടമാണ് പണിയുന്നത്. ഇതിനായി സ്ഥലത്തെ മരങ്ങൾ മുറിച്ചു മാറ്റി നിലമൊരുക്കുന്ന ജോലികൾ പൂർത്തിയായി. 12 പില്ലറുകളാണ് കെട്ടിടത്തിന് വേണ്ടത്. ഇതിന്റെ പ്രവർത്തികളാകും ആദ്യം നടക്കുക. പ്ലാന്റിനായി പ്രത്യേകം ട്രാൻസ്ഫോർമർ സ്ഥാപിക്കേണ്ടി വരും. 2 ആഴ്ച കൊണ്ട് പണികൾ പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷ. നിർമ്മിതി കേന്ദ്രത്തിനാണ് കെട്ടിടത്തിന്റെ നിർമ്മാണ ചുമതല. ഇതിനായി 25 ലക്ഷം രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനാണ് പ്ലാന്റിന്റെ നിർമ്മാണ ചുമതല. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഓക്സിജൻ ഉപഭോഗം കൂടുന്ന സാഹചര്യം കണക്കിലെടുത്താണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഓക്സിജൻ ഉൽപാദന പ്ലാന്റ് നിർമ്മിക്കുന്നത്. മിനിറ്റിൽ 1500 ലിറ്റർ ഓക്സിജൻ LPM ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയുള്ള പ്ലാന്റാണ് നിർമ്മിക്കുന്നത്. മഞ്ചേരി പ്ലാന്റിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഓക്സിജൻ ഗുണപരിശോധനയ്ക്കു ശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ആവശ്യത്തിനു പുറമെ മറ്റു ചികിത്സാ കേന്ദ്രങ്ങളിലേക്ക് നൽകാനും കഴിയും. ഹൈദരാബാദിലെ നിർമ്മാണ കമ്പനി മഞ്ചേരിയിലെയും കൊച്ചി ആസ്ഥാനമായുള്ള നിർമ്മാണ കമ്പനി കൊല്ലത്തെയും പ്ലാന്റിന്റെ കമ്മീഷനിങ്ങിന് ആവശ്യമായ സിവിൽ ഇലക്ട്രിക്കൽ വർക്ക് നടത്തും. ജില്ലാ ഭരണകൂടമായിരിക്കും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. പുറത്തൂരിൽ കോവിഡ് ക്വാറന്റൈൻ കേന്ദ്രം ഒരുക്കാൻ പ്രവാസി കൂട്ടായ്മയുടെ കൈത്താങ്ങ്. UAE മുട്ടന്നൂർ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ പുറത്തൂർ ഗവൺമെന്റ് UP സ്കൂളിലും പടിഞ്ഞാറക്കരയിലും തുടങ്ങുന്ന ഡൊമിസിലറി കോവിഡ് സെന്ററിലേക്ക് ആവശ്യമായ ഉപകരണങ്ങൾ കൈമാറി. പുറത്തൂരിൽ കോവിഡ് രോഗികൾക്കുള്ള ക്വാറന്റൈൻ കേന്ദ്രങ്ങൾ സജ്ജീകരിക്കുന്നതിന് പ്രവാസി കൂട്ടായ്മയും രംഗത്ത്. UAE മുട്ടന്നൂർ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയാണ് പുറത്തൂർ ഗ്രാമപഞ്ചായത്തിന് കീഴിലെ പുറത്തൂർ ഗവൺമെന്റ് UP സ്കൂളിലും പടിഞ്ഞാറക്കരയിലും തുടങ്ങുന്ന ഡൊമിസിലറി കോവിഡ് സെന്ററിലേക്ക് ആവശ്യമായ ഉപകരണങ്ങൾ കൈമാറിയത്. 40 കിടക്കകൾ, തലയിണകൾ, 20 പൾസി ഓക്സിമീറ്ററുകൾ,
മാസ്കുകൾ, ഗ്ലൗസ്, സാനിറ്റൈസർ തുടങ്ങിയവയാണ് പഞ്ചായത്ത് അധികൃതർക്ക് കൈമാറിയത്. പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഹരിദാസൻ ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി. ആദ്യഘട്ടമെന്നോണമാണ് അത്യാവശ്യ സാധനങ്ങൾ എത്തിച്ചത്. ആവശ്യമെങ്കിൽ പ്രദേശത്തെ മറ്റു കേന്ദ്രങ്ങളിലേക്ക് കൂടി സഹായം വ്യാപിപ്പിക്കാൻ പദ്ധതിയുണ്ടെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 40 വർഷത്തിലധികമായി UAE യിൽ പ്രവർത്തിക്കുന്ന കമ്മിറ്റി പുറത്തൂർ, മംഗലം പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന മുട്ടന്നൂർ മഹലിലെ ജീവകാരുണ്യ രംഗത്തും വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലയിലും സജീവമായി ഇടപെടുന്നുണ്ട്. UAE മുട്ടന്നൂർ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി ഈ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പുറത്തൂർ ഗ്രാമപഞ്ചായത്തിൽ വളരെ മാതൃകാപരമായ പ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ്. ഒന്നാം കോവിഡ് വ്യാപനത്തിന്റെ ഘട്ടത്തിൽ ഫ്ലൈറ്റുകളെല്ലാം അടച്ച് യാത്രാ സൗകര്യം പ്രവാസികൾക്ക് ഇല്ലാതിരുന്ന സമയത്ത് സ്വന്തമായി ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് ഈ പുറത്തൂർ പഞ്ചായത്തിന്റെയും പരിസര പ്രദേശങ്ങളിലുള്ള ഒട്ടേറെ ആളുകൾക്ക് അവരുടെ വീടുകളിൽ, അവരുടെ നാടുകളിലേക്ക് എത്താൻ സൗകര്യം ചെയ്ത ഒരു കമ്മിറ്റി എന്നുള്ള നിലയ്ക്ക് ശ്രദ്ധ നേടിയ പ്രവർത്തനം നടത്തിയ കമ്മിറ്റിയാണ്. ഇപ്പോൾ പുറത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ആരംഭിക്കുന്ന 2 ഡൊമിസിലറി കെയർ സെന്ററുകളിലേക്ക് ഏറ്റവും വലിയൊരു സംഭാവന എന്നുള്ള നിലയ്ക്ക് 40 ബെഡുകളും 300ഓളം അംഗങ്ങളുണ്ട്. കഴിഞ്ഞ വർഷം കോവിഡ് മഹാമാരിയുടെ തുടക്കത്തിൽ UAE യിൽ കുടുങ്ങിയ പ്രവാസികളെ നാട്ടിലെത്തിക്കാൻ സ്വന്തമായ വിമാനം ചാർട്ട് ചെയ്ത കേരളത്തിലെ ആദ്യ ഗൾഫ് മഹൽ കൂട്ടായ്മ കൂടിയാണ് MMJC. പുറത്തൂർ, മംഗലം, വെട്ടം, തലക്കാട്, തൃപ്രങ്ങോട് പഞ്ചായത്തുകളിലെയും തിരൂർ, പൊന്നാനി താലൂക്കുകളിലെയും നിരവധി പേർക്ക് അന്ന് നാട്ടിലെത്താൻ കഴിഞ്ഞത് ആശ്വാസമായിരുന്നു. പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നടന്ന ചടങ്ങിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. ഉമർ, MMJC എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഉണ്ണി പോണ്ടത്ത്, അൻവർ കക്കടി, വാഹിദ് KP, P. ഇസ്മായിൽ മാസ്റ്റർ, ഹുസൈൻ പൂതേരി, പഞ്ചായത്ത് ജീവനക്കാരായ ആൻഡ്രോസ്, റീന തുടങ്ങിയവർ സംബന്ധിച്ചു. വീട്ടിനകത്ത് കയറിക്കൂടിയ മൂർഖനെ ട്രോമ കെയർ വളണ്ടിയർ പിടികൂടി. വീട്ടിനകത്ത് കയറിക്കൂടിയ മൂർഖനെ ട്രോമ കെയർ വളണ്ടിയർ അതിസാഹസികമായി പിടികൂടി. ശനിയാഴ്ച രാവിലെ 11:30 മണിയോടെയാണ് സംഭവം. പുറത്തൂർ ആശാരിപ്പറമ്പിൽ പ്രഭാകരന്റെ വീട്ടിൽ നിന്നാണ് മൂർഖൻ പാമ്പിനെ പിടികൂടിയത്. ഇവിടെ വീടിനോട് ചേർന്ന അടുക്കള ഭാഗത്തു നിന്നും പാമ്പിനെ കണ്ട ഉടനെ ട്രോമ കെയർ ഫോഴ്സിലെ TP വിഷയ വിവരം അറിയിക്കുകയായിരുന്നു. പിടികൂടിയ മൂർഖനെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ ഏൽപ്പിച്ചു. 9 മണിയോട് കൂടിയിട്ടാണ് വീട്ടിന്റെ വിറകുപേരുടെ ഭാഗത്തായിട്ട് ഈ പാമ്പ് പ്രത്യക്ഷപ്പെട്ടത്. നിയമപരമായ നടപടിക്രമങ്ങളിലൂടെ തന്നെ പാമ്പിനെ പിടിച്ചു. അവര് അതിനെ നിലമ്പൂർ കാട്ടിലേക്ക് ഫോറസ്റ്റിനെ ഏൽപ്പിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. അമ്മമാരോടുള്ള സ്നേഹവും കരുതലും ഓർമ്മിപ്പിച്ച ലോക മാതൃദിനം. അളവില്ലാത്ത സ്നേഹത്തിനും കരുതലിനും ആദരം നൽകാനായി ലോകം ഒന്നിച്ചു ചേരുന്ന ദിനമാണ് മാതൃദിനം. അളവില്ലാത്ത സ്നേഹത്തിനും കരുതലിനും ആദരം നൽകാനായി ലോകം ഒന്നിച്ചു ചേരുന്ന ദിനമാണ് മാതൃദിനം. മെയ് മാസത്തിലെ 2ാമത്തെ ഞായറാഴ്ചയാണ് ലോകം മാതൃദിനമായി ആചരിക്കുന്നത്. പുരാതന ഗ്രീസ് ജനതയാണ് മാതൃദിനാഘോഷം തുടങ്ങിവെച്ചതെന്നും ശേഷമാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സന്ദേശം കൈമാറിയതെന്നും പറയപ്പെടുന്നു. ലോകം മുഴുവൻ വിവിധ പരിപാടികളാണ് അമ്മമാരെ ആദരിക്കാനായി സംഘടിപ്പിക്കപ്പെടാറുള്ളത്. അമ്മ എന്ന സ്നേഹത്തിന്റെയും കരുതലിന്റെയും പര്യായത്തെ മറ്റെന്തിനേക്കാൾ നാം പരിഗണിക്കേണ്ടതുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് മാതൃദിനം നമുക്ക് നൽകുന്നത്. സ്വന്തം വിശപ്പിനേക്കാൾ വലുത് മക്കളുടെ വിശപ്പാണെന്നും സ്വന്തം വേദനയേക്കാൾ വലുത് മക്കളുടെ വേദനയാണെന്നും തിരിച്ചറിയാത്ത ഒരു സമൂഹം ഇന്നും നമുക്കിടയിലുണ്ട് എന്ന യാഥാർത്ഥ്യം വൃദ്ധസദനങ്ങളുടെ രൂപത്തിൽ ഈ മാതൃദിനത്തിലും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. വൃദ്ധസദനങ്ങളിലെ ജനലഴികൾക്കിടയിലൂടെ മക്കൾ വരുന്നതും കാത്തിരിക്കുന്ന അമ്മമാരും ആശുപത്രി വരാന്തകളിൽ മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട അമ്മമാരുമൊക്കെ നമുക്കിടയിലുള്ളപ്പോഴാണ് അമ്മയെ ആദരിക്കാനല്ലെങ്കിലും ഓർക്കാനെങ്കിലും മാതൃദിനം ഉപകരിക്കട്ടെ എന്ന ചിന്ത വർത്തമാന കാലഘട്ടത്തിൽ നമ്മിലേക്ക് എത്തുന്നത്. മാതൃദിനം വെറും ആചാരം മാത്രമാകാതെ അമ്മയെ ആദരിക്കുകയും വാർദ്ധക്യത്തിൽ അവർക്ക് കൈത്താങ്ങാവുകയുമാണ് നാം ചെയ്യേണ്ടത്. ആധുനിക രീതിയിലുള്ള മാതൃദിനം ആദ്യമായി ആഘോഷിച്ച സാമൂഹ്യ പ്രവർത്തകയായ അന്ന ജാർവീസിന്റെ അഭിപ്രായത്തിൽ ഈ ദിവസം അമ്മമാർക്കൊപ്പം ചെലവഴിക്കുകയും അവരുടെ പ്രവർത്തനങ്ങൾക്ക് നന്ദി പറയാനുമാണ് ഉപകരിക്കേണ്ടത്. ലോകത്തിൽ നിങ്ങളറിയുന്ന ഏറ്റവും നല്ല അമ്മയുടെ, അതായത് നിങ്ങളുടെ അമ്മയുടെ ദിവസമാണ് ഇന്ന്. അമ്മയ്ക്ക് സ്നേഹവും ആദരവും ഒരുക്കി വിദ്യാർത്ഥികൾ മാതൃദിനം ആചരിച്ചു. പറവണ സലഫി സ്കൂളിലെ വിദ്യാർത്ഥികൾ അമ്മയെ ചേർത്ത് പിടിച്ച് മാതൃദിനം അമ്മയോടുള്ള സ്നേഹദിനമാക്കി ആചരിച്ചു.
അമ്മ എന്ന രണ്ടക്ഷരങ്ങൾ കൊണ്ട് കാരുണ്യത്തിന്റെ കടൽ തീർത്ത പ്രിയ മാതാക്കൾക്ക് ഹൃദയം തുടിക്കുന്ന സ്നേഹത്തോടെ ആദരമർപ്പിച്ച് വിദ്യാർത്ഥികൾ. മെയ് മാസത്തിലെ 2ാമത്തെ ഞായറാഴ്ച ലോകം മാതൃദിനമായി ആചരിച്ച വേളയിലാണ് പറവണ സലഫി സ്കൂളിലെ വിദ്യാർത്ഥികൾ അമ്മയെ ചേർത്ത് പിടിച്ച് മാതൃദിനം അമ്മയോടുള്ള സ്നേഹദിനമായി ആചരിച്ചത്. വിദ്യാലയത്തിലെ സോഷ്യൽ ക്ലബിന്റെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾ മാതൃദിനം ആചരിച്ചത്. ആശംസാ കാർഡുകൾ കൈമാറിയും അമ്മയ്ക്ക് സ്നേഹപ്പൂക്കൾ നൽകിയും അവർ അമ്മയോടുള്ള ആദരവ് പ്രകടമാക്കി. വിദ്യാലയത്തിലെ പ്രീ പ്രൈമറി മുതലുള്ള വിദ്യാർത്ഥികൾ മാതൃദിനത്തിൽ അമ്മയ്ക്കൊപ്പമുള്ള സെൽഫി എടുത്തും അമ്മയ്ക്ക് പൂക്കൾ നൽകിയും അമ്മയുടെ ജോലിയിൽ സഹായിച്ചും അമ്മ ദിനം വേറിട്ടതാക്കി. കോവിഡ് ദുരിതം സമയത്തും വിദ്യാർത്ഥികളുടെ വിരസത അകറ്റാൻ വിദ്യാലയം നടപ്പിലാക്കുന്ന വൈവിധ്യമാർന്ന പരിപാടികൾ വിദ്യാർത്ഥികൾ മാനസിക ഉല്ലാസവും ക്രിയാത്മകതയും പകർന്നു നൽകുന്നതായി പരിപാടിക്ക് ആശംസകൾ നേർന്ന PTA പ്രസിഡന്റ് സൈഫുനിസ ടീച്ചർ പറഞ്ഞു. മാതൃദിനത്തിൽ ഓയിസ്ക ഇന്റർനാഷണൽ തിരൂർ സ്നേഹവീട്ടിൽ അന്തേവാസികൾക്ക് പെരുന്നാൾ വസ്ത്രങ്ങളും മാസ്കുകളും വിതരണം ചെയ്തു. തിരൂർ DYSP K സുരേഷ് ബാബു സ്നേഹവീട് ഡയറക്ടർ ഡോക്ടർ കമറുന്നിസ അൻവറിന് കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. പ്രമുഖ പരിസ്ഥിതി സംഘടനയായ ഓയിസ്ക ഇന്റർനാഷണൽ മലപ്പുറം ജില്ലാ ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിലാണ് തിരൂർ സ്നേഹവീട്ടിൽ അന്തേവാസികൾക്ക് മാതൃദിനത്തിൽ പെരുന്നാൾ വസ്ത്രങ്ങളും മാസ്കുകളും സമ്മാനിച്ചത്. തിരൂർ DYSP K സുരേഷ് ബാബു വസ്ത്രങ്ങൾ അടങ്ങുന്ന ബാഗ് സ്നേഹവീട് ഡയറക്ടർ ഡോക്ടർ കമറുന്നിസ അൻവറിന് കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. പലർക്കും സാമ്പത്തികമായുള്ള തകർച്ച ഒരുപാട് പേർക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവർ താഴെക്കടയിലുള്ള പാവപ്പെട്ടവരെ സഹായിക്കാതെ അവരുടെ സ്വന്തം ബിസിനസ്സിനൊക്കെ ഉള്ള നെട്ടോട്ടത്തിലാണ്. എങ്കിൽ പോലും ഈ കോവിഡ് കാലഘട്ടത്തിൽ ഇത്രയും പാവപ്പെട്ടവർക്ക് വേണ്ടി ഒരു തണലേകുന്ന ശ്രീ കമറുന്നിസ എന്നിവരുടെ സ്ഥാപനത്തിലെത്തുകയും അവരുടെ അന്തേവാസികൾക്ക് സ്നേഹോഷ്മമായ ഉപകാരങ്ങൾ നൽകുകയും ചെയ്ത ഓയിസ്ക ഇന്റർനാഷണലിനെ എല്ലാ തരത്തിലും ഞാൻ അഭിനന്ദിക്കുകയാണ്. ചടങ്ങിൽ ഓയിസ്ക ജില്ലാ പ്രസിഡന്റ് KK അബ്ദുൾ റസാഖ് ഹാജി അധ്യക്ഷനായിരുന്നു. അമ്മമാരുടെ ദിനമായ ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഒരു പുണ്യ മാസത്തിൽ കൂടിയാണിത്. ഇന്ന് അതാണ് 2 പ്രത്യേകത എന്ന് പറഞ്ഞത്. വളരെ കാലങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന സ്നേഹതീരം എന്ന് പറയുന്ന ഒരു അമ്മമാർ മാത്രം താമസിക്കുന്ന ഒരു ഇടത്തിൽ ഞങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ഈ മദേഴ്സ് ഡേയിൽ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് അവർക്ക് വേണ്ട വസ്ത്രങ്ങൾ, ഈ മഹാമാരിയെ തടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ മാസ്കും അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഷമീർ കളത്തിങ്ങൽ, ഡോക്ടർ അൻവർ, ഉള്ളാട്ടിൽ രവീന്ദ്രൻ, സുനിൽ കാവുങ്ങൽ, മജസ്റ്റിക് അഹമ്മദ്, പ്രകാശൻ വൈശാഖം തുടങ്ങിയവർ സംസാരിച്ചു. സാധാരണ ഞങ്ങളിങ്ങനെ പെരുന്നാളിന് മുമ്പ് എന്തെങ്കിലും ഫംഗ്ഷൻ വെച്ച് മൈലാഞ്ചിടലും ഇങ്ങനെ പല ഇതായിട്ട് വളരെ നല്ല ഉഷാറായിട്ടാണ് നടത്താറ്. ഇപ്പം ഇന്നത്തെ പരിസ്ഥിതിയിൽ വലുതായൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാലും ഇത്രയും ലളിതമായിട്ട് നമുക്ക് ഇതൊക്കെ നടത്താൻ സാധിച്ചതിലും സർവശക്തന് നന്ദി പറയുന്നു. മഹാമാരിയിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങായി തിരൂർ നിവാസി കൂട്ടായ്മ 150ഓളം കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തു. നിയുക്ത MLA കുർക്കോളി മൊയ്തീൻ ഇതിലുദ്ഘാടനം നിർവഹിച്ചു. മഹാമാരിയിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങായി തിരൂർ നിവാസി കൂട്ടായ്മ 150ലധികം കുടുംബങ്ങൾക്കാണ് ഭക്ഷണക്കിറ്റ് വിതരണം ചെയ്തത്. തിരൂരിലെ നിയുക്ത MLA കുർക്കോളി മൊയ്തീൻ, തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ AP നസീമയ്ക്ക് കിറ്റ് നൽകിയാണ് വിതരണോദ്ഘാടനം നിർവഹിച്ചത്. ഇന്ന് ഈ മാതൃദിനത്തിൽ ഇങ്ങനെ മാതൃകാപരമായ ഒരു പ്രവർത്തനത്തിന് തിരൂർ നിവാസി കൂട്ടായ്മ മുന്നോട്ട് വന്നതിലുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയും ഇതിൻ്റെ സാരഥികളെ മുഴുവൻ ഞാൻ അഭിനന്ദിക്കുകയും ചെയ്യുകയാണ്. ഈ മഹാമാരി നാട്ടിനെയാകെ തളർത്തിയിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഗ്രാമങ്ങളിലോ പ്രദേശങ്ങളിലോ മാത്രമല്ല, ലോകമാസകലം വളരെയേറെ വലിയ ഭീഷണിയായി, ഒരു വെല്ലുവിളിയായി നിൽക്കുകയാണ്. ക്ഷമ കൊണ്ടും പരിശ്രമങ്ങൾ കൊണ്ടും നമുക്കിതിനെ അതിജീവിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള അതുമായി ബന്ധപ്പെട്ട് വരുന്ന തളർച്ച മാറ്റാൻ ഇത്തരത്തിലുള്ള തിരൂർ നിവാസി കൂട്ടായ്മ പോലെയുള്ള സന്നദ്ധ സേവന സംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള സഹായ സംവിധാനങ്ങൾ ഏറെ പ്രശംസിക്കപ്പെടേണ്ടതാണ്. ഇങ്ങനെ ഈ മാതൃദിനത്തിൽ തന്നെ ഇങ്ങനെ നല്ലൊരു പ്രവർത്തനം കാഴ്ചവെച്ച തിരൂർ നിവാസി കൂട്ടായ്മയ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു. വിഷു റമദാൻ പ്രമാണിച്ച് സമൂഹത്തിലെ ഇടത്തരം കുടുംബങ്ങളെ തെരഞ്ഞെടുത്തുകൊണ്ട് അവർക്ക് ആവശ്യമായ ഭക്ഷ്യധാന്യ സാധനങ്ങൾ വീടുകൾ എത്തിച്ചു നൽകുകയാണ് തിരൂർ നിവാസി കൂട്ടായ്മ ചെയ്യുന്നത്. COVID-19 എന്ന മഹാമാരി 2ാം വരവ് നമ്മൾ അതിഗംഭീരമായിട്ട് നമ്മളെ ക്രൂശിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെയാണ് തിരൂർ നിവാസി കമ്മിറ്റി കഴിഞ്ഞ വർഷം ചെയ്ത അതേപോലെ തന്നെ ഈ പ്രാവശ്യം കിറ്റ് വിതരണമാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ചടങ്ങിൽ നിവാസി കൂട്ടായ്മ പ്രസിഡന്റ് അരുൺ ചമ്ര അധ്യക്ഷനായിരുന്നു. ജനറൽ സെക്രട്ടറി മുബാറക് കൊടപ്പനക്കൽ സ്വാഗതം പറഞ്ഞു. നഗരസഭാ വൈസ് ചെയർമാൻ P രാമൻകുട്ടി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് S ഗിരീഷ്, DCC ജനറൽ സെക്രട്ടറി യാസിർ പൊട്ടച്ചോല, YMCA പ്രസിഡന്റ് മനോജ് ജോസ്, AKDA ജനറൽ സെക്രട്ടറി ബിജു അമ്പായത്തിൽ,
എം അലി, നൂറുദ്ദീൻ തെക്കേക്കളം, മൻസൂർ ഭായ്, ചെമ്പ്ര, കമ്മാലി നെടിയിൽ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ഒരു ഇടവേള കൂടി. ഇതര സംസ്ഥാന തൊഴിലാളികളുമായി ബംഗാളിലേക്ക് പോയ ടൂറിസ്റ്റ് ബസ്സുകൾ തിരിച്ചു വരാനാകാതെ കുടുങ്ങിക്കിടക്കുകയാണ്. ലോക്ക്ഡൌണിന് മുമ്പ് അസം, ബംഗാൾ സ്വദേശികളെ നാട്ടിലെത്തിക്കുന്നതിനായി പോയ മലയാളികളാണ് കുടുങ്ങിയത്. തിരിച്ചുവരാൻ ഭീമമായ സാമ്പത്തിക ചെലവ് വരും എന്നിരിക്കെ ഇവരെ പറഞ്ഞുവിട്ട ഏജന്റുമാരും തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് പരാതി. 2 ഘട്ടങ്ങളിലായി എത്തിയ കോവിഡ് തകർത്ത ജീവിതങ്ങളുടെ മുൻപന്തിയിലാണ് ടൂറിസ്റ്റ് വാഹന മേഖല. പണിയില്ലാതായ സമയത്ത് ലഭിച്ച കച്ചിത്തുരുമ്പ് എന്ന നിലയിലാണ് വെസ്റ്റ് ബംഗാൾ, ആസാം സ്വദേശികളെ നാട്ടിലെത്തിക്കാനുള്ള ദൗത്യം ഒരു സംഘം ഏറ്റെടുത്തത്. എന്നാൽ അവിടെ എത്തിയതോടെ കേരളത്തിൽ പൂട്ടുവീണു. തിരിച്ചു വരാൻ മാർഗമില്ലാതെ കുഴങ്ങുകയും ചെയ്തു. ആദ്യം തെരഞ്ഞെടുപ്പ് ഫലം കഴിഞ്ഞ് തിരിച്ചു പോകാമെന്ന് പറഞ്ഞവർ പിന്നീട് പെരുന്നാൾ കഴിഞ്ഞ് തിരിച്ചു പോകുമെന്നാണ് പറഞ്ഞത്. ഇതിനിടയിലാണ് കൂനിമേൽ കുരു എന്ന പോലെ ലോക്ക്ഡൌണും ആരംഭിച്ചത്. മലപ്പുറം, തിരൂർ, കോഴിക്കോട്, തൃശൂർ, എറണാകുളം, പാലക്കാട് എന്നിവിടങ്ങളിൽ നിന്നായി 200ഓളം ബസ്സുകളാണ് പശ്ചിമ ബംഗാൾ, ആസാം എന്നിവിടങ്ങളിലേക്ക് യാത്ര പോയി കുടുങ്ങിക്കിടക്കുന്നത്. 15 ദിവസങ്ങളിൽ കൂടുതലായി ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടാണെന്ന് ബസ്സുമായി പോയ ഡ്രൈവർമാർ പറയുന്നു. ഇതാണിപ്പോൾ ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ മഴ ഇടി മിന്നൊക്കെ ഇപ്പോൾ ഇവിടെ തോർന്നേ ഉള്ളൂ. പിന്നെ ഇപ്പം എന്താ പറയുക, ഭക്ഷണമൊന്നും കറക്റ്റ് ടൈമിൽ കിട്ടൂല. ഞങ്ങൾ തന്നെ ഇവിടുന്ന് പിന്നെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും കൊടുന്നു തരും, കഴിക്കും. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഈ വണ്ടീൻ്റെ ബാക്കിൽ വെച്ചിട്ടാണ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ കുളിക്കാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. 10-15 ദിവസമായി ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ബുദ്ധിമുട്ടിലായിട്ട്. പിന്നെ പ്രാഥമിക കാര്യങ്ങളൊന്നും നിർവഹിക്കാനുള്ള ഒരു സ്ഥലം ഇല്ല. അതാണ് ഇപ്പോൾ ഇവിടുത്തെ ഒരു ബുദ്ധിമുട്ട്. ഏജന്റുമാർ മുഖേനയാണ് ഭൂരിഭാഗം ബസ്സുകളും പോയതെങ്കിലും ഏജന്റുമാരും ഇപ്പോൾ ഫോൺ എടുക്കുന്നില്ല. തിരിച്ച് നാട് കാണണമെങ്കിൽ നല്ല സാമ്പത്തിക ചെലവ് തന്നെ അഭിമുഖീകരിക്കുന്നുണ്ട്. 3700 കിലോമീറ്റർ യാത്രയുണ്ട്. 20,000 രൂപ ടോളും 8,500 രൂപ ടാക്സും അടക്കണം. ഇന്ധനവില മാത്രം 1,30,000 രൂപയാണ്. ഇതിനിടയിൽ സ്പെഷ്യൽ പെർമിറ്റ് തീർന്നു പോയ ബസ്സുകൾ കൂട്ടത്തിലുണ്ട്. കേരളത്തിൽ 16-ാം തീയതി വരെ ലോക്ക്ഡൌൺ ആയതിനാൽ ചെക്ക് പോസ്റ്റുകളിൽ നിന്ന് സ്പെഷ്യൽ പെർമിറ്റ് പുതുക്കി നൽകണമെന്നും ബസ് ജീവനക്കാർ അധികാരികളോട് ആവശ്യപ്പെടുന്നു. ഇത്രയും ഭീമമായ സാമ്പത്തിക ചിലവഴിച്ച് എങ്ങനെ നാട്ടിലെത്തുമെന്നാണ് ഇവർ ചിന്തിക്കുന്നത്. അടുത്ത വ്യാഴാഴ്ച വരെ സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ കാറ്റ് വീശാനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കേരളത്തിൽ ഇടിമിന്നലും ശക്തമായ കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങളും ബന്ധപ്പെട്ടവരും പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിക്കുന്നു. ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണ് ചില്ലകൾ ഒടിഞ്ഞു വീണ് അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ ഒരു കാരണവശാലും മരങ്ങളുടെ ചുവട്ടിൽ നിൽക്കാൻ പാടുള്ളതല്ല. മരച്ചുവട്ടിൽ വാഹനങ്ങളും പാർക്ക് ചെയ്യരുത്. വീടിന്റെ ടെറസിലും നിൽക്കുന്നത് ഒഴിവാക്കണം. ഉറപ്പില്ലാത്ത പരസ്യ ബോർഡുകൾ, ഇലക്ട്രിക് പോസ്റ്റുകൾ, കൊടിമരങ്ങൾ തുടങ്ങിയവയും കടപുഴകി വീഴാൻ സാധ്യതയുള്ളതിനാൽ കാറ്റും മഴയും ഇല്ലാത്ത സമയത്ത് അവ ശരിയായ രീതിയിൽ ബലപ്പെടുത്തുകയോ അഴിച്ചുവെക്കുകയോ ചെയ്യുക. ഓലമേഞ്ഞതോ ഷീറ്റ് പാകിയതോ അടച്ചുറപ്പില്ലാത്തതായ വീടുകളിൽ താമസിക്കുന്നവർ അധികൃതരുമായി 1077 എന്ന നമ്പറിൽ മുൻകൂട്ടി തന്നെ ബന്ധപ്പെടുകയും മുന്നറിയിപ്പ് വരുന്ന ഘട്ടങ്ങളിൽ അവർ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് സുരക്ഷിതമായ കെട്ടിടങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടതുമാണ്. തദ്ദേശ സ്ഥാപനതല ദുരന്ത ലഘൂകരണ പദ്ധതി പ്രകാരം കണ്ടെത്തിയിട്ടുള്ള ഇത്തരം ആളുകളെ COVID-19 പ്രോട്ടോകോൾ അനുസരിച്ച് കോവിഡ് റിലീഫ് ക്യാമ്പുകളിലേക്ക് ആവശ്യമുള്ള ഘട്ടങ്ങളിൽ മാറ്റാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും റവന്യൂ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും മുൻകൈയെടുക്കേണ്ടതാണ്. ഹരിതകർമ്മസേനയുടെ പ്രവർത്തന മേഖലയിൽ മംഗലം ഗ്രാമപഞ്ചായത്ത് ശുചിത്വ മാലിന്യ സംസ്കരണ മേഖലയിൽ കൈവരിച്ച നേട്ടങ്ങൾക്കാണ് പ്രസ്തുത അംഗീകാരം. ഹരിത സഹായ സ്ഥാപനമായി IRTCയുടെ സേവനം ആദ്യ വർഷം ലഭിച്ചിട്ടുണ്ട്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടപ്പിലാക്കാനുള്ള ശ്രമത്തിലാണ് ഭരണസമിതി അംഗങ്ങൾ. നിലവിൽ 285 കോവിഡ് ബാധിതരാണ് പഞ്ചായത്തിലുള്ളത്. വാക്സിനേഷൻ കേന്ദ്രങ്ങളിലെ തിരക്കുകൾ ഒഴിവാക്കാനും സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുവാനും റാപ്പിഡ് റെസ്പോൺസ് ടീം അംഗങ്ങൾ സജീവമായി ഓരോ വാർഡുകളിലും പ്രവർത്തിക്കുന്നുണ്ട്. മംഗലം പഞ്ചായത്തിൽ കോവിഡ് ബാധിതരുടെ വീടുകൾ ടീം വെൽഫെയറിന്റെ നേതൃത്വത്തിൽ അണുമുക്തമാക്കി. വെൽഫെയർ പാർട്ടി മംഗലം പഞ്ചായത്ത് കമ്മിറ്റിയാണ് പാർട്ടിയുടെ സേവന വിഭാഗമായ ടീം വെൽഫെയറിന്റെ നേതൃത്വത്തിൽ വീടുകൾ അണുമുക്തമാക്കി നൽകിയത്. വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി മംഗലം, ടീം വെൽഫെയർ ക്യാപ്റ്റൻ ഫസലുർ റഹ്മാൻ മംഗലം, അംഗങ്ങളായ ഷാജഹാൻ, താഴ്ത്തപ്പീടിയേക്കൽ ബഷീർ, രാമനാലക്കൽ നൌഷാദ് എന്നിവരായിരുന്നു സംഘത്തിലുണ്ടായിരുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആശങ്കയൊഴിയാതെ കോവിഡ് കണക്കുകൾ. പ്രതിദിന പരിശോധനയും രോഗികളുടെ എണ്ണവും കുറഞ്ഞു. മരണസംഖ്യ വർദ്ധിച്ചു. 35,801 പുതിയ രോഗികൾ. 24 മണിക്കൂറിടെ 1,23,980 സാമ്പിളുകൾ പരിശോധിച്ചു. ജില്ലയിൽ 3,850 പേർക്ക് രോഗം. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 37.25%.
കോവിഡ് വ്യാപനം അതിരൂക്ഷമായ സാഹചര്യത്തിൽ പൊതുസമൂഹം കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ. ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ കർശനമായി പാലിക്കണം. കോവിഡ് നിരീക്ഷണത്തിലിരുന്ന അയാളെ കിണറ്റിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തി. വെട്ടം ആലുശ്ശേരിയിലാണ് സംഭവം. അടുത്ത വ്യാഴാഴ്ച വരെ സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ കാറ്റ് വീശാനും സാധ്യത. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.